ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. റിപ്പോർട്ടർ ടി വി റിപ്പോർട്ടർ ടി വി റീബ്രാൻഡിങ്ങിന് ശേഷം, റീബ്രാൻഡിങ് എന്ന് പറയുമ്പോൾ രണ്ടാമത് ഇപ്പോൾ നികേഷ് കുമാറിൻ്റെ കയ്യിൽ നിന്ന് ആൻഡ്രോ ബ്രദേഴ്സ് അത് ഏറ്റെടുത്തതിന് ശേഷം കുറേ പ്രശ്നങ്ങൾ അത് നേരിടുന്നുണ്ട്. ഒന്ന്, അതിൻ്റെ ഓണർഷിപ്പ് ചേഞ്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ രാജ്യ താല്പര്യത്തിനോ അല്ലെങ്കിൽ രാജ്യ സുരക്ഷയ്ക്കും എതിരാണ് പറഞ്ഞിട്ട് അതിൻ്റെ കുറേ ലീഗൽ ഇഷ്യൂസ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ നിലവില് അതിന്റെ പ്രോഗ്രാംസിന്റെ ഒരു ആവർത്തന വിരസത ജനങ്ങൾ അറിഞ്ഞു തുടങ്ങി. അതിൽ നിന്ന് പിന്മാറുന്ന ഒരു കാര്യത്തിലേക്ക് വരുന്നു. 24-ന്റെ സെയിം തീമുകൾ, ഗ്രാഫിക്സ് ഒക്കെ അതുപോലെ റെഡും ബ്ലാക്കും യെല്ലോയും ഒക്കെ വരുന്ന അതേ ഒരു ഗ്രാഫിക്സ് തീമിലേക്ക് അവർ മാറി. അങ്ങനെ കുറെ പ്രേക്ഷകരെ എടുത്തു. 24-ൽ കണ്ട് പരിചയിച്ച അരുൺകുമാറും സുജയ പാർവതിയൊക്കെ അതിൽ വരുന്നതോടുകൂടി അത്തരം പ്രേക്ഷകരെ കുറെ പേരെ കൊണ്ടുവരാനും ഒരു നല്ല മൂവ് നടത്തി റേറ്റിംഗിൽ ഒരു 5-ാം സ്ഥാനം വരെ എത്താനും നിലവിൽ റിപ്പോർട്ടർ ടി വിക്ക് കഴിഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോൾ റിപ്പോർട്ടർ ടി വി തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ റേറ്റിംഗ് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ റേറ്റിംഗ് വന്നിട്ടുണ്ട്. ആ റേറ്റിംഗിൽ പോലും 1.27% മൈനസ് താഴേക്കാണ് കാഴ്ചക്കാരുടെ എണ്ണത്തിൽ പോകുന്നത്. 5-ാം സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ നിലവിൽ റിപ്പോർട്ടർ ടി വി 7-ാം സ്ഥാനത്തേക്ക് എത്തി. എന്താണ് റിപ്പോർട്ടർ ചാനലിന് സംഭവിക്കുന്നത്? ഇത്രയും ഒരു മോശം അവസ്ഥയിലേക്ക് എന്തുകൊണ്ട് റിപ്പോർട്ടർ ചാനൽ എത്തി എന്നാണ് നമ്മളൊന്ന് പരിശോധിക്കുന്നത്. നമുക്കറിയാം, നികേഷ് കുമാറിന് കുറെ ബാധ്യതകളും പ്രശ്നങ്ങളും ഒക്കെ വന്ന സമയത്ത് റിപ്പോർട്ടർ ടി വി മറ്റൊരു ഓണർഷിപ്പിലേക്ക് പോകുന്നു. റിപ്പോർട്ടറിൽ തന്നെ നികേഷ് കുമാർ നിൽക്കണമെന്ന് പറഞ്ഞ് നികേഷിനെ അവിടെ തന്നെ നിർത്തുന്നു. ശേഷം വലിയ മാധ്യമ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ, വലിയ ജേർണലിസ്റ്റുകളെ, ഉണ്ണി ബാലകൃഷ്ണനെ ആയാലും സുജയ പാർവതി ആയാലും സ്മൃതി പൽറ്റിക്കാരനെ ആയാലും ഡോക്ടർ അരുൺകുമാറിനെ പോലെ വലിയ ആളുകളെ കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ ജേർണലിസ്റ്റുകളൊക്കെ വലിയ ശമ്പളം, താരതമ്യേന വലിയ ശമ്പളം മേടിച്ചുകൊണ്ടിരുന്ന നിൽക്കുന്ന മികച്ച ജേർണലിസ്റ്റുകളെയൊക്കെ ചാനലിൽ കൊണ്ടുവരുന്നു. അതിൻ്റെ നല്ല രീതിയിലുള്ള അവതരണങ്ങൾ വരുന്നു. എന്നാലും ചില പ്രോഗ്രാമുകളൊക്കെ വളരെ മോശമായിട്ട് നമുക്ക് ആവർത്തന വിരസത വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു ചാർട്ടിങ് ഇല്ലാത്ത രീതിയിലൊക്കെ പോകുന്നതായിട്ടൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ രാവിലത്തെ എഡിറ്റേഴ്സ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റോ അങ്ങനെ എന്തോ പറയുന്ന, ഞാൻ അതിനെ പലപ്പോഴും ഞാൻ വിശേഷിപ്പിച്ചിരിക്കുന്നത് ചേരാത്ത കുപ്പായ വിട്ട് 4 പേര് വന്നിരുന്നു, അവരൊരു അതിഥിയെ വിളിക്കുന്നു. അതിഥികൾ നല്ല ഗംഭീരമായിട്ട് നല്ല രാവിലെ പാട്ട് കേൾക്കാൻ പറ്റിയ ഒരു പ്രോഗ്രാമാണ്. പക്ഷെ അവിടെ ഇവരുടെ അവതരണത്തിലെ ഇതുകൊണ്ട് നമുക്കത് കാണാൻ തോന്നില്ല. കാരണം നമ്മൾ നിലവിൽ എല്ലാ ദിവസവും രാവിലെ കുറെ നാളുകളായിട്ട് ഒരാൾ വന്ന് വാർത്തകൾ വായിക്കുന്നു. ഇപ്പോൾ ശ്രീകണ്ഠൻ നായർ അതിന് ശൈലി മാറ്റി യൂട്യൂബിൽ വരുന്ന കമന്റ്സും ഫീഡ്ബാക്കും കൂടെ വായിക്കാൻ തുടങ്ങിയതോടുകൂടി ആ രീതിയിലും എല്ലാ ചാനലും മാറി. അപ്പം നമ്മൾ രാവിലെ കാണാൻ ആഗ്രഹിക്കുന്ന ആ ഒരു രീതിയിലുള്ള ഇതാണ്. പക്ഷെ ഇവര് കുറച്ച് വെസ്റ്റേൺ സ്റ്റൈലിലുള്ള കോസ്റ്റ്യൂമും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വന്ന് നിൽക്കുമ്പോൾ നമുക്കൊരു അകൽച്ച വന്നു. ഒന്നാമത്തെ മിസ്റ്റേക്ക് അവിടെയാണ് സംഭവിച്ചത്. ഇപ്പോൾ ഒരു കേരള തനിമയിലേക്കൊക്കെ വന്ന് ആ രീതിയിലേക്ക് കൊണ്ടുവന്ന ഇവരിപ്പോൾ ഇതൊരു ഫാഷനാകാൻ ശ്രമിക്കുകയായിരിക്കും. പക്ഷെ അത് പരാജയപ്പെട്ടു. അത് കഴിഞ്ഞിട്ടുള്ള വാർത്ത, സ്ഥിരമായിട്ട് ഇവരുടെ ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഒരു വാർത്താ ബുള്ളറ്റിൻ പോകണം, അത് ആരും നിലവിൽ കാണുന്നില്ല, ആരും കാണുന്നില്ല. പിന്നെ ഉച്ചയ്ക്കുള്ള വൈകിട്ടുള്ള അതിൻ്റെയൊക്കെ ഒരു പലപ്പോഴും മറ്റേ സ്പീഡ് വാർത്തകൾ ഇടയ്ക്കിടയ്ക്ക് ഇവർ കാണുന്നതാണ്. ഒരു സാധാരണ രീതിയിൽ ഒരു ബുള്ളറ്റിൻ പോകുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരാൾ വന്നിട്ട് പ്രധാന വാർത്തകൾ ഹെഡ്ലൈൻസ് വായിക്കുന്ന പോലെ ഒരു 10-20 ഹെഡ്ലൈൻസ് എടുത്തിട്ട് വാർത്ത ഇങ്ങനെ പോകുന്ന കാണാം. പക്ഷെ അതിന് പകരം നിങ്ങൾ അവിടെ ഒരു ബുള്ളറ്റിൻ അവതരിപ്പിച്ചാൽ ബുള്ളറ്റിൻ കാണാൻ കുറച്ചുകൂടെ ആളുകൾ ഉണ്ടാവും, സ്വാഭാവികം. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കുള്ള ബുള്ളറ്റിൻ പൊതുവെ സുജയോ ഒക്കെ ആയിരിക്കും വരാറുള്ളത്. അത് കഴിഞ്ഞ് സുജയ പാർവതിയുടെ വിഷയം നമുക്ക് അത് പേഴ്സണലി പറയാം. സുജയ പാർവതി ഉള്ളത് കൊണ്ടുള്ള ഗുണം, സുജയ പാർവതി ഉള്ളതുകൊണ്ടുള്ള ദോഷം, അത് നമ്മുടെ നിരീക്ഷണങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇവരുടെ ഇപ്പോൾ ചർച്ച തന്നെ എനിക്ക് തോന്നുന്നു നികേഷിൻ്റെ ഉണ്ട്, സ്മൃതി പൽറ്റിക്കാടിൻ്റെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവരുടെ മറ്റേ എഡിറ്റേഴ്സ് അവർ അങ്ങനെ ഒരു ഇവരെല്ലാവരും കൂടെ വന്നിരുന്ന് ചർച്ച ചെയ്യുന്ന പരിപാടി, പരസ്പരമുള്ള തമ്മിൽ ആദ്യമൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. പിന്നെ അതും ആവർത്തന വിരസതയിലേക്ക് പോയി. ഇനി സുജയ പാർവതി ഉള്ളപ്പോൾ ഉള്ള ഒരു മിച്ചം, ഈ ജനൻ ടി വിയിലെ കാഴ്ചക്കാർ അല്ലെങ്കിൽ സംഘപരിവാർ ആശയക്കാരൊക്കെ സുജയ്ക്ക് വേണ്ടി വരും. സുജയ നമ്മളെ അനുകൂലിച്ച് സംസാരിക്കും, അതുകൊണ്ട് വരും. അങ്ങനെ പ്രേക്ഷകർ വന്നിട്ടുണ്ട്. സുജയ ഇത് പറയുന്നതുകൊണ്ട് തന്നെ കുറെ പ്രേക്ഷകർ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ കോടികൾ മുടക്കി ഏഷ്യയിലെ AR VR XR സ്റ്റുഡിയോ പണിഞ്ഞു. പക്ഷെ കാഴ്ചക്കാരുടെ എണ്ണത്തിൽ വളരെ കുറവിലേക്ക് പിന്നോക്കം പോകുന്നതിലാണ് റിപ്പോർട്ടർ ടി വി ഇപ്പോൾ നിൽക്കുന്നത്. അതുപോലെ തന്നെ
ഒരു സുഹൃത്ത് യൂട്യൂബിൽ തന്നെയുള്ള സുഹൃത്ത് ആ വീഡിയോ അത്യാവശ്യം നല്ല റീച്ചിലേക്ക് പോകുന്നുണ്ട്. സുഹൃത്ത് റിപ്പോർട്ടർ ടിവിയുടെ തട്ടിപ്പെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എൻ്റെ സഹോദരന്മാരുടെ വെബ്സൈറ്റ് ഒക്കെ എടുത്ത് മറ്റ് കമ്പനീസിൻ്റെ ആണ് പ്രോഡക്റ്റ്സ് വെച്ചേക്കുന്നത് അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി. ഇവര് ഇപ്പോൾ അതുപോലെ തന്നെ പല അബദ്ധ വാർത്തകൾ ഇവർ പറയുന്നുണ്ട്. ഇപ്പൊ സ്മൃതി പരുത്തിക്കാട് തന്നെ നിലമ്പൂർ MLA അൻവറിന്റെ കാര്യത്തിൽ PV അൻവറിന്റെ കാര്യത്തിൽ മാപ്പ് പറയേണ്ട അവസ്ഥ വന്നു. അങ്ങനെ പല രീതിയിലുള്ള കറക്റ്റായിട്ട് നോക്കാതെ അതിന്റെ ഒരു വസ്തുത പരിശോധിക്കാതെ പറയുന്ന പല വാർത്തകളിലേക്ക് മാപ്പ് പറയേണ്ട അവസ്ഥയൊക്കെ ഇവരുടെ പ്രേക്ഷകരെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കാഴ്ചക്കാർ കുറഞ്ഞു. ഇപ്പോൾ നമ്മൾ ചാനലിന്റെ ലിസ്റ്റിലത്തെ ഒന്നാമത് ഏഷ്യാനെറ്റ് ന്യൂസാണ്, രണ്ടാമത് 24 ആണ്, മൂന്നാമത് മനോരമയാണ്, നാലാമത് മാതൃഭൂമിയാണ്, അഞ്ചാമത് നേരത്തെ മീഡിയ വൺ ആയിരുന്നു, ഇപ്പൊ ജനം TV അഞ്ചാമതായിട്ടുണ്ട്. മീഡിയ വണ്ണിൽ കാഴ്ചക്കാർ കുറഞ്ഞ് മീഡിയ വൺ 6ാമത് പോയി, 7ാമത് റിപ്പോർട്ടർ, 8ാമത് കൈരളി, 9ാമത് ന്യൂസ് 8. ഇതാണ് അവസാന സ്ഥാനത്തേക്ക് പോയി. കൈരളി കാണുന്ന ഒരു പ്രത്യേക ആൾക്കാർ മാത്രമായിരിക്കും. ന്യൂസ് 18നും ജനം TV ഒരേ അകക്കാവുള്ള വാർത്തകൾ കൊടുക്കുന്നതുകൊണ്ട് ജനം TVയിലേക്ക് ആളുകൾ കൂടി. പിന്നെ ജനം TVക്ക് ഇപ്പൊ കുറച്ച് റേറ്റിംഗ് കൂടാൻ അതിനകത്ത് അവര് അയോധ്യയൊക്കെ തന്നെയാണ് ഇപ്പോഴും പ്രധാന വിഷയങ്ങളായിട്ട് എടുത്തിടുന്നത്. അതൊക്കെ കൊണ്ടാണ്. അപ്പൊ റിപ്പോർട്ടർ ഇത്രയും കോടി രൂപ മുടക്കി ചെയ്തിട്ടും പ്രേക്ഷകരുടെ എണ്ണം കുറയുകയും തകർച്ച നേരിടുകയും ചെയ്യുന്നത് നിങ്ങൾ ഉള്ളടക്കത്തിൽ പരിശോധിച്ച് കുറച്ചുകൂടെ മികവുറ്റതാക്കി ഒരു നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനത്തിലേക്ക് വരിക. അപ്പൊ ഒരു മാധ്യമ പ്രവർത്തനം ഇവിടെ നിൽക്കണം. അപ്പൊ ഒരു അതിഥി വന്ന ഒരു അഭിപ്രായം പറഞ്ഞു, ഒരു എക്സാമ്പിൾ, അവിടെ LDF ജയിക്കണം എന്നാണ് എക്സാമ്പിൾ. LDF ജയിക്കണം എന്ന് എനിക്ക് ആഗ്രഹം. മറ്റേ അഭിപ്രായം എനിക്ക് അവർ തോക്കണമെന്നാണ് ആഗ്രഹം എന്ന് പറഞ്ഞാൽ നിഷ്പക്ഷതയാവത്തില്ല. അവരുടെ ഉള്ളിൽ ആഗ്രഹം മാധ്യമ പ്രവർത്തനത്തിന് പുറത്ത് വെച്ചിട്ട് കയറുന്നുണ്ട്. നിഷ്പക്ഷമായിട്ട് അതിനെ ഇടപഴകാൻ നോക്കുക. നിങ്ങളുടെ അഭിപ്രായം പറയുന്ന സ്ഥലങ്ങളിൽ മാത്രം പറഞ്ഞിട്ട് നിഷ്പക്ഷമായിട്ട് ഇതൊരു പക്ഷം പിടിക്കാതെ നിൽക്കാൻ സാധിക്കണം. പക്ഷം പിടിച്ചാൽ പ്രേക്ഷകർ നിങ്ങളെ കൈ ഒഴിയുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുകയാണ്. ഇതിന് മിക്കവാറും മറുപടിയായിട്ട് ആരെങ്കിലും വന്നാൽ അതിന് തുടർച്ച ചെയ്യുന്നതുമായിരിക്കും. കാരണം നമ്മൾ കാഴ്ചക്കാരാണ്, നമ്മുടെ കാഴ്ചക്കാരുള്ളത് കൊണ്ടാണ് ചാനലുകളൊക്കെ വളരുന്നത്. പ്രേക്ഷകരാണ്, നിങ്ങൾക്ക് പ്രേക്ഷകർക്കാണ് നിങ്ങൾ മുഖ്യം കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു നിർത്തുന്നു.